അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസുഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ അൽ ബഖറയുടെ കോഴ്സിന് ശേഷം ആലു ഇമ്രാൻ്റെ പഠനം നമ്മൾ ആരംഭിക്കുകയാണ്. സൂറ അൽ ബഖറയുമായിട്ട് വളരെ സാമ്യതയുള്ള ഒരു സൂറയാണ് ആലു ഇമ്രാൻ. ബഖറയുടെ വിശദീകരണങ്ങൾ പറയുന്ന സ്ഥലത്ത് ബഖറയെയും ആലു ഇമ്രാനെയും ചേർത്ത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്-സഹ്റാവാൻ എന്ന് വിശേഷിപ്പിച്ചത് നമ്മൾ പറഞ്ഞിരുന്നു. ഇഖ്റഹു സഹ്റാവൈൻ, രണ്ട് പ്രകാശിക്കുന്ന വസ്തുക്കളെ നിങ്ങൾ പാരായണം ചെയ്യൂ. റസൂലുള്ളാഹി ഉദ്ദേശിച്ച രണ്ട് പ്രകാശിക്കുന്നത്, ഒന്ന് സൂറ അൽ ബഖറയും രണ്ടാമത്തത് സൂറ ആലു ഇമ്രാനുമാണ്. പരലോകത്ത് ഈ രണ്ട് സൂറകളും ഒരു മേഘത്തണലായിട്ട് ഇതിനെ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിലുണ്ട്. പരിശുദ്ധ ഖുർആൻ മുഴുവനും വിശ്വാസികൾക്ക് ഒരു ശുപാർശകനായിട്ട് പരലോകത്ത് വരുന്നതാണ്. പരിശുദ്ധ ഖുർആനെ മുഴുവനും ഇഷ്ടപ്പെടുന്ന, അതിനെ പഠിക്കുന്ന, മനനം ചെയ്യുന്ന ആളുകൾക്ക്. അതിൽ ബഖറയെയും ആലു ഇമ്രാനെയും പ്രത്യേകം റസൂലുള്ളാഹി എടുത്ത് പറഞ്ഞതാണ്. ആ രണ്ട് സൂറയെ തന്നെ ഇരുത്തി പഠിക്കുന്ന, നന്നായിട്ട് മനനം ചെയ്യുന്ന, അതിനെ ഇഷ്ടപ്പെടുന്ന, അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന അങ്ങനത്തെ ആളുകൾക്ക് ഈ രണ്ട് സൂറകളും മേഘത്തണലായി വരും. അഥവാ ഈ രണ്ട് സൂറകൾ വഴി അവർക്ക് തണൽ നൽകപ്പെടും എന്ന് നമുക്ക് മനസ്സിലാക്കാം. സൂറ അൽ ബഖറയുമായിട്ട് വളരെ സാമ്യതയുള്ള സൂറയാണ്. രണ്ടും തുടങ്ങുന്നത് അലിഫ് ലാം മീം എന്ന് പറഞ്ഞുകൊണ്ട്. അലിഫ് ലാം മീം എന്ന് തുടങ്ങുന്ന 6 സൂറകളാണ് മൊത്തം ഉള്ളത്. ആദ്യത്തെ 2 സൂറ അൽ ബഖറയും സൂറ ആലു ഇമ്രാനും. പിന്നെ വരുന്ന 4 തുടരെ തുടരെ വരുന്ന 4 സൂറകളാണ്. 29-ാമത്തെ സൂറ അൽ അങ്കബൂത്ത്, 30-ാമത്തെ സൂറ റൂം, 31-ാമത്തെ സൂറ ലുഖ്മാൻ, പിന്നെ അതിനുശേഷം 32-ാമത്തെ സൂറ സജദ. ഈ 4 സൂറകളും തുടങ്ങുന്നത് അലിഫ് ലാം മീം എന്ന് പറഞ്ഞുകൊണ്ട്. 29, 30, 31, 32 രണ്ടാമത്തെയും മൂന്നാമത്തെയും സൂറകളും, സൂറ ബഖറയും ആലു ഇമ്രാനും. ഇങ്ങനെ മൊത്തം 6 സൂറകളാണ് അലിഫ് ലാം മീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന സൂറകൾ. ഇതിനെക്കുറിച്ച് മുമ്പ് നമ്മൾ വിശദീകരിച്ചതാണ്. ഹുറൂഫുൽ മുഖത്തായത്തിൽ പെട്ടതാണ്, ബ്രോക്കൺ ലെറ്റേഴ്സിൽ പെട്ടതാണ്. 29 സൂറകളുടെ പ്രാരംഭത്തിൽ ഇത്തരത്തിലുള്ള ഹുറൂഫുകൾ, ബ്രോക്കൺ ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ ചെറിയ വിശദീകരണം സൂറ അൽ ബഖറയിൽ നമ്മൾ നൽകിയിട്ടുണ്ട്. ഇവിടെ അധികമൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. മറ്റ് സൂറകളിൽ ഹുറൂഫുൽ മുഖത്താത്തുമായിട്ട് ബന്ധപ്പെട്ട് ഹുറൂഫുൽ മുഖത്താത്ത് കൊണ്ട് തുടങ്ങുന്ന മറ്റ് സൂറകളിൽ ചില വിശദീകരണങ്ങൾ നമുക്ക് പറയാം. ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ടൊന്നും അലിഫ് ലാം മീമിനെക്കുറിച്ച് പറയാനില്ല. ബഖറയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള സൂറ ആയതുകൊണ്ടാണ് രണ്ടും അലിഫ് ലാം മീം കൊണ്ട് തുടങ്ങുന്നതും രണ്ടിൻ്റെയും പേര് ആണ് അലിഫ് ലാം മീം എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഹുറൂഫുൽ മുഖത്താത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹുറൂഫുൽ മുഖത്താത്തൊക്കെ സൂറകളുടെ പേരാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ 2 സൂറയും അലിഫ് ലാം മീം സൂറകളാണ്. നേരത്തെ പറഞ്ഞ 29, 30, 31, 32 സൂറകളെയും നമുക്ക് അലിഫ് ലാം മീം സൂറകളെന്ന് തന്നെ പറയാം. സൂറത്തിൻ്റെ രണ്ടാമത്തെ നെയിം, ഒരു സെക്കൻഡ് നെയിം അല്ലെങ്കിൽ ഒരു സർനെയിം പോലെയാണ് ഈ ഹുറൂഫുൽ മുഖത്താത്തുകൾ. അതുകൊണ്ട് സൂറ ആലു ഇമ്രാൻ്റെ മറ്റൊരു പേര് കൂടിയാണ് അലിഫ് ലാം മീം. ബഖറയുടെയും പേര് അലിഫ് ലാം മീമാണ്. രണ്ടിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്ത് പറയുന്ന പേരുകളാണ് ബഖറ, ആലു ഇമ്രാൻ എന്നൊക്കെ. ആലു ഇമ്രാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇമ്രാൻ്റെ കുടുംബക്കാർ അല്ലെങ്കിൽ അനുയായികൾ, പിൻതലമുറക്കാർ എന്നൊക്കെയാണ്. ആല് എന്ന വാക്കിൻ്റെ അർത്ഥം അതൊക്കെയാണ്: കുടുംബക്കാർ, പിൻതലമുറക്കാർ, അനുയായികൾ. ഖുറാനിൽ ഫിറഔനിൻ്റെ ആലെന്ന് പറയുന്നുണ്ട്, ആലു ഫിറഔൻ. അവിടെ ഉദ്ദേശിക്കുന്ന ഫിറഔനിൻ്റെ അനുയായികളാണ്. അതുപോലെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, അവിടെ ഉദ്ദേശിക്കുന്ന ആലു മുഹമ്മദ് മുഴുവൻ ഉമ്മത്തിലെ അംഗങ്ങളുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ അനുയായികളാണ്. അതുപോലെ ഇവിടെ ആലു ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ഇമ്രാൻ്റെ പിൻതലമുറക്കാർ അല്ലെങ്കിൽ അനുയായികൾ, കുടുംബക്കാർ എന്നൊക്കെയാണ് അർത്ഥം. ഇമ്രാൻ എന്ന് പറഞ്ഞാൽ മൂസ അലൈഹിസ്സലാമിൻ്റെ
പിതാവിൻ്റെ പേരാണ്. തോറയിൽ മൂസ അലൈഹിസ്സലാമിൻ്റെ പിതാവിൻ്റെ പേര് അമ്രാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അറബിയിലെ ഇമ്രാൻ. അതുകൊണ്ട് മൂസയുടെ കുടുംബമാണ് ആലു ഇമ്രാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂസ അലൈഹിസ്സലാമുണ്ട്, ഹാറൂനുണ്ട്, അവരുടെ സഹോദരി മിറിയാമുണ്ട്. മിറിയാമിനെക്കുറിച്ച് തൗറാത്തിൽ പറയുന്നത് ഒരു പ്രവാചകയാണെന്നാണ്. മൂസയുടെ ജ്യേഷ്ഠ സഹോദരനാണ് ഹാറൂൻ, മൂസയുടെ സഹോദരിയാണ് മിറിയാം. ഇവർ മാത്രമല്ല ആ കുടുംബത്തിലുള്ളത്. ഹാറൂൻ കുടുംബത്തിലാണ് പുരോഹിതന്മാർ, അത് പൗരോഹിത്യ കുടുംബമാണ്. ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് മാത്രമേ യഹൂദ ഗോത്രത്തിൽ പൗരോഹിത്യമുള്ളൂ. അവരാണ് പുരോഹിതന്മാരുടെ പണി ചെയ്യുന്നത്. ഹാറൂൻ്റെ കുടുംബത്തിൽ അഥവാ മൂസയുടെ കുടുംബത്തിൽ അനേകം നല്ലവരായ ആളുകൾ പിൽക്കാലത്ത് വന്നിട്ടുണ്ട്. പൊതുവെ യഹൂദരുടെ ഇടയിൽ നല്ല സൽപ്പേരുള്ളതും അംഗീകാരമുള്ളതുമായ ഗോത്രമാണ് ലേവ്യ ഗോത്രം. അതിൽപ്പെട്ട ആളുകളാണ് ഹാറൂനും മൂസയും മിറിയാമും ഒക്കെ, അഥവാ ആലു ഇമ്രാൻ. ആ കുടുംബത്തിൽ തന്നെയാണ് മഹാനായ സക്കരിയ അലൈഹിസ്സലാമും. ആ കുടുംബത്തിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് തന്നെ സക്കരിയ അലൈഹിസ്സലാമിൻ്റെ മകനായ യഹ്യ അലൈഹിസ്സലാമും. അതുപോലെ ആ കുടുംബത്തിൽപ്പെട്ട ആളാണ് മറിയം ബീവിയും. ഈസാ അലൈഹിസ്സലാമിൻ്റെ ഉമ്മയായ മറിയം ബീവിയും ആ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെ വരുമ്പോൾ ആ കുടുംബത്തിൽപ്പെട്ട ആൾ തന്നെയാണ് ഈസാ അലൈഹിസ്സലാമും. അതുകൊണ്ടാണ് അവരെക്കുറിച്ചൊക്കെ ഈ സൂറ പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് ഈ സൂറയെ ആലു ഇമ്രാൻ എന്ന് പറയുന്നത്. മറിയം അലൈഹിസ്സലാമയുടെ ഉമ്മയെക്കുറിച്ച് ഈ സൂറയുടെ 35-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഇത് കാലത്ത് ഇമ്രാത്തു ഇമ്രാന, ഇമ്രാൻ്റെ ഒരു പെണ്ണ് പറഞ്ഞ സന്ദർഭം എന്ന് പറഞ്ഞുകൊണ്ട് മറിയം അലൈഹിസ്സലാമയുടെ ഉമ്മയെ ഇമ്രാൻ്റെ പെണ്ണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മറിയമിനെക്കുറിച്ച് ഇമ്രാൻ്റെ കുട്ടി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. സൂറ തഹരീമിൽ വ മറിയം അബ്നത്ത ഇമ്രാൻ, ഇമ്രാൻ്റെ കുട്ടിയായ മറിയം എന്ന വിശേഷണം കാണാം. അതേപോലെ സൂറ മറിയമിൽ ഉഖ്ത് ഹാറൂൻ, ഹാറൂൻ്റെ സഹോദരി എന്ന ഒരു പരാമർശവും കാണാം. ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് ഇമ്രാൻ കുടുംബത്തിലെ ഒരാളാണ് മറിയം എന്നുള്ളത്. സൂറ അൽ ബഖറയിലേതുപോലെ തന്നെ സൂറ ആലു ഇമ്രാനിലും നല്ലൊരു ഭാഗവും സംസാരിക്കുന്നത് അഹ്ലു കിതാബിനോടാണ്. ആദ്യ പകുതിയിലെ അഭിസംബോധിതർ അഹ്ലു കിതാബാണ്, വിശിഷ്യ യഹൂദരാണ് അഭിസംബോധിതർ. എന്നാൽ ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട അനേകം വിഷയങ്ങളും കടന്നു വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഈസാ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈസാ അലൈഹിസ്സലാമയെക്കുറിച്ച് അവർക്കൊരു പ്രത്യേക വീക്ഷണമുണ്ട്, ദൈവപുത്രനാണ് എന്ന വീക്ഷണമുണ്ട്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഈസാ അലൈഹിസ്സലാം ജാരസന്തതിയാണ്, കള്ളനാണ് എന്ന് മാത്രമല്ല ദൈവപുത്രനാണ് എന്ന് വാദിച്ച ആളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ ഈസാ അലൈഹിസ്സലാമിനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കലിമത്ത് എന്നും അള്ളാഹുവിൻ്റെ റൂഹ് എന്നുമൊക്കെയുള്ള പരാമർശം ക്രിസ്ത്യാനികളുടെ വിശ്വാസമാണ്, ഏകദൈവത്വത്തിനെതിരാണ് എന്നുള്ള കാര്യം വരുത്തി തീർക്കാൻ യഹൂദർക്ക് എളുപ്പം കഴിയുമായിരുന്നു. ഖുർആനിൽ വന്നിരിക്കുന്ന ആലങ്കാരിക പ്രയോഗങ്ങൾ, ഉദാഹരണത്തിന് കലിമത്തും മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ വചനം, അങ്ങനെയുള്ള പ്രയോഗങ്ങളെയൊക്കെ പിൻപറ്റിക്കൊണ്ട് അതിൻ്റെയൊക്കെ പിന്നാലെ കൂടിക്കൊണ്ട് അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഖുർആനും ദൈവപുത്രൻ എന്ന വാദത്തെ അംഗീകരിക്കുന്നു, ഏകദൈവത്വത്തിന് എതിരാണ് എന്നൊക്കെ സ്ഥാപിക്കാൻ യഹൂദർ പരിശ്രമിച്ചത്. അതുകൊണ്ട് ഈ സൂറയുടെ 7-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ, കൽബുകളിൽ വക്രതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫയത്തബിഊന മാ തശാബഹ മിൻഹു, അവർ പിൻപറ്റുന്നത് സദൃശ്യമായ വചനങ്ങളെയാണ്, അഥവാ ആലങ്കാരികമായിട്ടുള്ള വചനങ്ങളെയാണ് ഖുർആനിലുള്ള. ഇബ്തിഗാ അൽ ഫിത്നത്തി വബ്തിഗാ തഅ്വീലിഹി, ഫിത്ന ആഗ്രഹിച്ചുകൊണ്ട് ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കൽബിൽ വക്രതയുള്ള ആളുകൾ സദൃശ്യവചനങ്ങളെയാണ് അഥവാ ആലങ്കാരികമായിട്ടുള്ള പ്രയോഗങ്ങളെയാണ് പിൻപറ്റുന്നത് എന്ന് ഖുർആനിൽ പറയുന്നു. ഈ സൂറയിലെ 6-ാമത്തെ ആയത്തിൽ പറയുന്നു. ഇവിടെ അള്ളാഹു കൽബിൽ സൈഗുള്ളവർ എന്നാണ് പറഞ്ഞത്. സൂറ സ്വഫിൽ അള്ളാഹു പറയുന്നുണ്ട് ഫലമ്മാ സാഗു, യഹൂദരെക്കുറിച്ച് പറയുന്നുണ്ട് ഫലമ്മാ സാഗു, അവർ വക്രതയുള്ളവരായപ്പോൾ അസാഖല്ലാഹു ഖുലൂബഹും, അവരുടെ കൽബുകളെ അള്ളാഹു വക്രമാക്കി കളഞ്ഞു.
അവർ വക്രത കൈകൊണ്ടപ്പോൾ. ഇത് കാല മൂസാലി കൗമിഹി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്തിലാണ് അള്ളാഹു അത് പറയുന്നത്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഫാസിഖീങ്ങളായ ആളുകളെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. യഹൂദരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സൂറയിലും അള്ളാഹു പറയുന്നത്, കൽബിൽ സയ്ഗുള്ള ആളുകൾ, അവർ മുതശാബിഹത്തായിട്ടുള്ള സദൃശ്യമുള്ള വചനങ്ങളെ അതിനെ പിൻപറ്റിക്കൊണ്ട് ഫിത്ന ആഗ്രഹിച്ചുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അവർ പല വാദങ്ങളും മെനയുന്നു. വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്, എന്നാൽ അതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അള്ളാഹു കലിമത്തും മിനല്ലാഹ് എന്നൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. എന്നാൽ യഹൂദരുടെ കൂട്ടത്തിൽ നല്ല അറിവുള്ള ഇൽമിൽ അടിയുറച്ച ആളുകൾ, വറാസിഖൂന ഫിൽ ഇൽമി യഖൂലൂന ആമന്നാ ബിഹി, അവർ പറയുന്നത് ഞങ്ങളതൊക്കെ വിശ്വസിച്ചിരിക്കുന്നു, കുല്ലും മിൻ ഇൻദി റബ്ബിന, എല്ലാം ഞങ്ങളുടെ റബ്ബിൽ നിന്ന് അവതരിച്ചതാണ് എന്നവർ പറയുന്നു. അറാസിഖൂന ഫിൽ ഇൽം എന്ന പ്രയോഗം പരിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്തുകൂടി വന്നിട്ടുണ്ട്. അവിടെയും യഹൂദരിലെ ഇൽമുള്ള ആളുകളെ കുറിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത്. സൂറ നിസായിലാണ്. സൂറ നിസായിലെ 162 ആയത്തിൽ ലാക്കിനി റാസിഖൂന ഫിൽ ഇൽമി, എന്നാൽ ഇൽമിൽ അടിയുറച്ച ആളുകൾ, മിൻഹും യഹൂദരിൽപ്പെട്ട ആളുകൾ, വൽ മുഅ്മിനൂന മുഅ്മിനുകളായ ആളുകളും, യഹൂദരിൽപ്പെട്ട ഇൽമിൽ അടിയുറച്ച ആളുകളും അതുപോലെ മുഅ്മിനുകളായ ആളുകളും, യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അവർക്ക് ഈമാനുണ്ട്, വമാ ഉൻസില മിൻ ഖബലിക, നിനക്ക് മുമ്പ് ഇറക്കപ്പെട്ടതിലും അവർക്ക് ഈമാനുണ്ട്. വൽ മുഖീമീന സ്വലാത്ത്, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്, വൽ മുഅ്തൂന സകാത്ത, അവർ സകാത്ത് നൽകുന്നവരാണ് എന്നൊക്കെ ആ ആയത്തിൽ പറയുന്നു. ഇങ്ങനെ ഖുർആനിൽ 2 സ്ഥലത്ത് മാത്രമാണ് അറാസിഖൂന ഫിൽ ഇൽം എന്ന പ്രയോഗം വന്നിരിക്കുന്നത്. ഒന്ന് സൂറ നിസായിലാണ്, മറ്റൊന്ന് ഈ സൂറ ആലു ഇമ്രാനിലാണ്. 2 സ്ഥലത്തും ഉദ്ദേശിച്ചിരിക്കുന്നത് യഹൂദരിൽപ്പെട്ട ആളുകളെയാണ്. അപ്പോൾ ഫിത്ന ആഗ്രഹിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മുതശാബിഹത്തായിട്ടുള്ള സദൃശ്യവചനങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ, മുനാഫിക്കുകളായ ആളുകൾ യഹൂദരുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ അടിയുറച്ച ആളുകളും ഇൽമിൽ അടിയുറച്ച ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട് എന്നല്ലാഹു പറയുന്നു. ഇത് പറയുന്നതിന് മുമ്പായിട്ട് ആദ്യത്തെ 6 ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുകയാണ്, അള്ളാഹു ഹയ്യാണ്, അള്ളാഹു ഖയ്യൂമാണ്, അവൻ അസീസാണ്, അവൻ ഹക്കീമാണ്, അവനാണ് കിതാബ് അവതരിപ്പിക്കുന്നത്, മുമ്പും അവനാണ് കിതാബ് അവതരിപ്പിച്ചത്. സൃഷ്ടിലോകത്ത് ഒന്നും അവൻ്റെ അറിവിൽ നിന്ന് അവ്യക്തമല്ല, അല്ലെങ്കിൽ ഒന്നും അവനിൽ നിന്നും ഒളിഞ്ഞിരിക്കുന്നില്ല, ആകാശഭൂമികളിലുള്ള ഒന്നും. നിങ്ങളെ ഗർഭപാത്രത്തിൽ അവൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഉണ്ടാക്കിയത്, രൂപപ്പെടുത്തിയത് അള്ളാഹുവാണ്, അവനല്ലാതെ ഇലാഹില്ല എന്ന കാര്യമാണ് ആദ്യത്തെ 6 ആയത്തുകളിൽ അള്ളാഹു വ്യക്തമായിട്ട് പറയുന്നത്. 1 by 1 ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.